The full chapter divided into 6 parts. First part, discussing circle, chord, center, perpendicular, and the related results. Second is drawing equilateral triangle within a circle so that the vertices lie on the circle, which is the second part. Third is chord, equal distance from center. That is, the length of the chords from center, equal distance from the center are of equal length. That's what we will discuss here. Fourth, equal chords intersecting. If the two chords, equal chords are non-parallel, they will intersect, either on the circle or outside the circle. In any case, the line joining the center and the point of intersection will divide the angle between the chords into two equal parts. That's the result discussed here. We Anjamate part, length of the chord. Find the length of the chord at a certain distance from the center. So, for circle, the radius on down. Center will certain distance about the Mari chord in the length in the discuss here. That's Anjamate. Aram, points on circles. Points on circles means circle passing through points. Other circle passing through 2 points. Circle passing through 3 points. So these are all the 6 parts of this particular chapter circle. So we may discuss this 6 parts one by one. First part is circle, chord, center, perpendicular. This connect result. Suppose or consider a circle. Yes, sir. Then put chord. So center. Center and suppose it is O. Chord and AB. Chord circle and point join line segment on the chord of the circle. Again, there are infinitely many chords can be drawn. ഓരോ കോഡിനും ഓരോ ലെങ്ത് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ ലെങ്ത് വരുന്ന കോഡ് എന്ന് പറയുന്നത് അതിന്റെ സെന്ററിൽ കൂടെ പോകുന്ന കോഡായിരിക്കും. അതിനെ നമ്മൾ ഡയമീറ്റർ എന്നും പറയാം. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ വിച്ച് ഈസ് ദി ലാർജസ്റ്റ് കോഡ്. സോ എനിവേ നമ്മളൊരു കോഡ് എടുക്കുന്നു, അത് എ ബി സെന്ററിൽ. ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരുന്നു. ഒ പി ദി പെർപെൻഡിക്കുലർ. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ. അങ്ങനെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ നമുക്ക് 2 റിസൾട്ട് വരും. ഒന്ന്, ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ എ ബിയെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഈ എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു ബി പി ആയിരിക്കും. ബി പിയും എ പിയും ഈക്വൽ ആയിരിക്കും. അതാണ് ഒരു സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ഒരു കോഡിലേക്ക് വരച്ചാൽ ആ പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇനി എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ച് റിസൾട്ട് പറയാം. ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുകയാണെങ്കിൽ ഈ കോഡിനെ എ ബി എന്ന് പറയുന്ന കോഡിനെ ബൈസെക്ട് ചെയ്യുന്ന ആ പെർപെൻഡിക്കുലർ എടുക്കുകയാണെങ്കിൽ അത് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. അപ്പം സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും ഒരു റിസൾട്ട്. തിരിച്ചു പറയുമ്പോൾ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിൽ കൂടെയും പാസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? പ്രൂവ് ചെയ്യാൻ ചോദിക്കും. പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കും. ആ പ്രൂഫാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഈ ഒ എയും ഒ ബിയും അങ്ങ് ജോയിൻ ചെയ്യും. ഒ എ അതുപോലെ തന്നെ ഈ ഒ ബി ജോയിൻ ചെയ്യും. എ ബി എന്ന് പറയുന്നത് കോഡ്, ഒ എന്ന് പറയുന്നത് സെന്റർ, എ പി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ആദ്യം പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നു. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഒ എയും ഒ ബിയും ജോയിൻ ചെയ്താൽ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന്
ട്രയാങ്കിൾ ഒ പി എ, ട്രയാങ്കിൾ ഒ പി എ. രണ്ടാമത്തേത് ട്രയാങ്കിൾ ഒ പി ബി, രണ്ട് ട്രയാങ്കിൾ. ഒ പി എ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ, ഒ പി ബി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ. അപ്പോ ഇങ്ങനെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഈ രണ്ട് ട്രയാങ്കിൾ കൊണ്ട് നോക്കി, ഈ രണ്ട് ട്രയാങ്കിളില് ഈ ആംഗിള് 90 ആണ് രണ്ടിൽ, ഇത് 90, ഈ ആംഗിൾ ആംഗിൾ ഒ പി ബി എന്ന് പറയുന്നത് 90 ആണ്. ആംഗിൾ ഒ പി ബി അത് 90 ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഒ പി എ എന്ന് പറയുന്നത് 90 ആണ്. ഈ രണ്ട് ട്രയാങ്കിളിൽ ആണ്. ഈ ഒ പി എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. ഒ പി ഇസ് ഈക്വൽ ടു ഒ പി. ഈ രണ്ട് ട്രയാങ്കിളില് ഒ പി എന്ന് പറയുന്നത് കോമൺ ആണ്. ഇനി ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. ഒ എ ഈക്വൽ ടു ഒ ബി ആണ്, കാരണം രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അത് രണ്ട് സൈഡ്, ഒന്ന് ഹൈപ്പോട്ടനസും ഈ സൈഡും ഈക്വൽ ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനസും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് നേരത്തെ പഠിച്ചത്. ഈക്വൽ ട്രയാങ്കിൾസിനകത്തിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈക്വൽ ട്രയാങ്കിൾസ് വെച്ചുകൊണ്ട് ഇതിനകത്ത് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്, കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. ഈക്വൽ എന്ന് പറയുമ്പോൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ എല്ലാ സൈഡ്സും കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോ ഈ രണ്ട് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡാണ് എ പിയും ബി പിയും. അപ്പൊ എ പി ഈക്വൽ ടു ബി പി, എ പി ഈക്വൽ ടു ബി പി എന്ന് കിട്ടി. അതായത് ഈ കോഡിനെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും. അപ്പൊ സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന്. അല്ലേ? ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് നേരെ തിരിച്ച് നമുക്ക് പറയാം. തിരിച്ചു പറയുമ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്ന ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അത് ഇതിന്റെ സെന്ററിൽ കൂടെ. അപ്പോ ഇതാണ് നമുക്ക് ഇതിനകത്തിലെ ആദ്യത്തെ റിസൾട്ട്. നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു സർക്കിളിലെ ഒരു കോഡിലേക്ക് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇനി ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആ സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമുക്ക് ആദ്യത്തെ റിസൾട്ട്, ഫസ്റ്റ് റിസൾട്ട്. ആ റിസൾട്ടാണ് ഈ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് അതേ ഉള്ളൂ. ഇതാണ് നമുക്ക് അതിനകത്ത്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടതെന്ന് പറയുന്നത് ഇതാണ്, ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ സർക്കിളിലേക്ക് വരിക. ഡ്രോ ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ, പിന്നെ സർക്കിൾ. പിന്നെ സർക്കിൾ എന്ന് പറയുമ്പോൾ വിത്ത് വെർട്ടീസസ് ഓൺ ദി സർക്കിൾ. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പാർട്ട് നോക്കി. രണ്ടാമത്തെ പാർട്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ. സർക്കിളിനകത്തിൽ നമുക്ക് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് കൺസിഡർ സർക്കിൾ. ഇത് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതിനകത്ത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന എ ബി സി, മൂന്ന് സൈഡ് എ ബി. അപ്പോൾ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ എന്താണ്, എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി. മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്. ഇതിന്റെ സെന്റർ ഓ. ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഈ ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ സർക്കിളിൽ ഇവിടെ വന്ന് കിട്ടും. ഇത് ഒ പി, ഈ പോയിന്റ് 50. ബി സി എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആദ്യത്തെ റിസൾട്ട് അനുസരിച്ച്, ആദ്യത്തെ പാത അനുസരിച്ച് ഈ പെർപെൻഡിക്കുലർ ഈ ബി സിയെ ബൈസെക്ട് ചെയ്യും. ദി പെർപെൻഡിക്കുലർ ബൈസെക്ട്സ്
അല്ലേ? ഡി കോഡ്. ഇത് ഒരു കോഡാണ് ബി സി എന്ന് പറയുന്നത്. അതിനെ ബൈസിക് കീ എന്ന് പറയുമ്പോൾ ബി പി ഈക്വൽ ടു സി പി. ബി പി ഈക്വൽ ടു സി പി അതിനെ ബൈസിക്. ഇനി അതേപോലെ തന്നെ നോക്കുക, ഇവിടെ നമ്മള് ഈ ഒ ബി ഇങ്ങനെ ജോയിൻ ചെയ്തു, ഈ ബി ക്യൂ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇവിടെ നോക്കിയേ, ഈ ഒ ബി എന്ന് പറയുന്നതും ഒ ക്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. രണ്ടും ഈ സർക്കിളിന്റെ റേഡിയസ്. ഒ ബി സർക്കിളിന്റെ റേഡിയസ് ആണ്, ഒ ക്യൂ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോ ആ ട്രയാങ്കിളിൽ ഒ ബി ക്യൂ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത് 60 ഡിഗ്രീസ്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത് 60 ഡിഗ്രി ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി ആണല്ലോ. ഇതെല്ലാം 60 ഡിഗ്രിയാണ്. ഇതും 60 ഡിഗ്രി. അതുകൊണ്ട് ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 60 വരുന്നത് കൊണ്ട് ഈ ട്രയാങ്കിൾ ഒ ബി ക്യൂ എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോ ഇവിടെ നമ്മള് ഇതിനെ ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം 60 ഡിഗ്രീസ് ഇങ്ങനെ നമുക്ക് വരുന്നത് കൊണ്ട് ഇവിടെ നോക്കി ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്ത് വിചാരിക്കാം. ട്രയാങ്കിൾ ഒ പി ബി, ട്രയാങ്കിൾ ഒ പി ബിയും ട്രയാങ്കിൾ എന്താണ് അടുത്തത് ക്യൂ പി ബി, ഈ രണ്ട് ട്രയാങ്കിൾ. ഒന്ന് ഒ പി ബി, ഈ മേളത്തെ ട്രയാങ്കിൾ, ഈ ചെറുതിലെ മേലത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ഈ താഴത്തെ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്കറിയാം ഇത് ഇതിനെ ബൈസെക്ട് ചെയ്യും. ബി സിയെ ബൈസെക്ട് ചെയ്യുന്നു ഈ പെർപെൻഡിക്കുലർ, നേരത്തെ ഉള്ളത്. ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90, ഈ ആംഗിൾ 60, ഈ ആംഗിൾ 60, ഈ സൈഡ് കോമൺ ഈ രണ്ട് ട്രയാങ്കിൾ. അപ്പൊ എ എസ് എ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ്. അതുകൊണ്ട് ഈ ഒ പി എന്ന് പറയുന്നതും പി ക്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഒ പി ഈസ് ഈക്വൽ ടു പി, ഒ പി ഈക്വൽ ടു പി ക്യൂ എന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ബി സിയും ഒ ക്യൂവും പെർപെൻഡിക്കുലർ ആണ്, പരസ്പരം അത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കുമ്പോൾ, ഈ എ ബി സി എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കുമ്പോൾ, ഈ പറയുന്ന ബി സി എന്ന് പറയുന്ന ബേസ് ഈ റേഡിയസിനെ, ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ റേഡിയസിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാം. രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന് മനസ്സിലാകുന്ന എന്താണ്? ഒരു റേഡിയസിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ കോഡ് എടുത്താൽ ആ ലെങ്ത് വെച്ചുള്ള ട്രയാങ്കിൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ആദ്യം നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുത്താൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞത്. എ ബി സി ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ സെന്ററിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ അത് ഈ ബി സിയെ ബൈസെക്ട് ചെയ്തു. ആ ബി സിയെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തു വരുന്നു. ഈ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തു വരുമ്പോൾ ആ രണ്ട് ട്രയാങ്കിൾസ് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ ഈ ബേസ്, ആദ്യത്തെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ബേസ് ഈ റേഡിയസിനെയും ബൈസെക്ട് ചെയ്യുന്നു എന്നാണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുത്തപ്പോഴാണ് നമുക്ക് എങ്ങനെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ് നമ്മൾ വരച്ചാൽ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരുന്ന കോഡ് നമ്മൾ വരച്ചാൽ, ആ കോഡ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡായിട്ട് വരും. പിന്നെ ഈ ലെങ്ത് വരുന്ന ട്രയാങ്കിൾ എന്ന് വരച്ചാൽ മതി. ഈ ലെങ്ത് എടുത്തുകൊണ്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നു, ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നു, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈ സർക്കിളിൽ വരും, മീറ്റ് ചെയ്യും.
അപ്പോൾ അവിടെ നമുക്കത് എന്താണ് ഇത് നമുക്ക് കിട്ടും. 3 പോയിന്റ് കിട്ടും. ഈ പോയിന്റ് കിട്ടും, ഈ പോയിന്റ് കിട്ടും, ഈ പോയിന്റ്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതാണ് ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്നതിന്റെ മെത്തേഡ്. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കൊരു സർക്കിൾ കിട്ടി. ഈ സർക്കിളിലാണ് നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഡ് വരും, ഒരു റേഡിയസ് വരും, ഇഷ്ടമുള്ള റേഡിയസ്. നമ്മൾ ഇങ്ങോട്ടൊരു റേഡിയസ് വരും. ഈ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാം. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ ചെയ്യുന്നത്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ സർക്കിളിനെ ഇവിടെ വിളിക്കുന്നു. ഇതാണ് ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത് എടുത്തുകൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ, ഈ സർക്കിളിലൂടെ കട്ട് ചെയ്താൽ, പിന്നെ ഈ പോയിന്റ് ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ. തുറന്ന് ഇവിടെ ചെയ്യാനില്ല. എങ്ങനെ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ ഒക്കും എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരമാണ്. ഇഷ്ടമുള്ള റേഡിയസ് വരയ്ക്കും. ഒരു സർക്കിളിൽ ഇഷ്ടമുള്ള റേഡിയസ് വരയ്ക്കണം. എവിടെയെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കും. ആ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിനെ 2 പോയിന്റിൽ മീറ്റ്. സർക്കിളിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ സർക്കിൾ ഉണ്ട്, ഓൾറെഡി സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനെ 2 പോയിന്റിൽ മീറ്റ്. അപ്പൊ ഈ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. ആ ലെങ്ത് എടുത്തുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ചാൽ എന്താ ചെയ്യുന്നത്? ഈ ലെങ്ത് കോമ്പസിൽ എടുക്കണം. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നു, മാർക്ക് സർക്കിൾ മീറ്റ് ചെയ്യേണ്ട പോലെ. ഈ മീറ്റിംഗ് പോയിന്റ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്കവിടെ ഈ ട്രയാങ്കിൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്നൊരു സംശയം മനസ്സിലായി. അപ്പോ ഇങ്ങനെ നമുക്ക് രണ്ടാമത്തേത് ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാനായി. ഇനി അടുത്തത് കോഡ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെന്റർ. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതാണ് മൂന്നാമത്തേത്. അപ്പോ ആ റിസൾട്ടിലേക്ക് അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ആ ലെങ്ത് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. മൂന്നാമത്തേത് എന്താണ്? ഒരു സർക്കിൾ അതിന്റെ സെന്ററിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള 2 കോഡ് ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം. സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആണല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതേ ഡിസ്റ്റൻസിൽ നമ്മൾ വേറൊരു കോഡ് കൊടുക്കും. അതേ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ. ഈ ഡിസ്റ്റൻസ് ഇത് OA, ഇത് PA, ഇത് QA, ഇത് AB, ഇത് CD. 2 കോഡ് ABCD ഒരേ ഡിസ്റ്റൻസിലാണ് സെന്ററിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ഈ OP ഈക്വൽ ടു ദിസ്, OP ഈസ് ഈക്വൽ ടു OQ. ഈ ലെങ്ത് ഈക്വൽ ആണ്. OP ഈക്വൽ ടു OQ. അപ്പൊ OP ഈക്വൽ ടു OQ ആകുമ്പോൾ ആ ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ഈ കോഡിന്റെ ലെങ്ത് ഈക്വൽ എന്നാണ് നമുക്ക് തോന്നിച്ചത്. AB ഈക്വൽ ടു CD. AB ഈക്വൽ ടു CD ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഒരേ ഡിസ്റ്റൻസിൽ, സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന കോഡിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈ സെന്ററിലേക്ക് ഈ A ജോയിൻ ചെയ്യുന്നു, OA ജോയിൻ ചെയ്തു, അതുപോലെ തന്നെ ഈ OC ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ എന്താണ്? OPA, ട്രയാങ്കിൾ OPA. രണ്ടാമത്തേത് ട്രയാങ്കിൾ OQC, OPA എന്ന് പറയുന്ന ട്രയാങ്കിൾ, OQC എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മള് സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ABയെ ഇത് ബൈസെക്ട് ചെയ്യും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ CDയെയും ഇത് ബൈസെക്ട് ചെയ്യും. CDയെ ബൈസെക്ട് ചെയ്യും. ഇനി ഈ 2 ട്രയാങ്കിൾസ് നോക്കി. ഈ 2 ട്രയാങ്കിൾസിനകത്ത്
ഈ ആംഗിള് 90 ആണ്, ഈ ആംഗിൾ 90 ആണ്. കാരണം പെർപെൻഡിക്കുലർ ആണ്, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, ഈ രണ്ട് ആംഗിൾ. ഇനി OAയും OCയും, OA is equal to OC ആണ്. രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്, അല്ലേ? ആണ്. ഇനി OP is equal to OQ ആണ്. കാരണം സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡാണ്, ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡാണ്. അങ്ങനെ വരുമ്പോ നേരത്തെ പറഞ്ഞ റിസൾട്ട് വെച്ചുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, അല്ലേ? അതുകൊണ്ട് അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ. അപ്പോ OAയും OCയും ഈക്വൽ, OPയും OQയും ഈക്വൽ. പിന്നെ കോൺഗ്രുവന്റ് ആയതുകൊണ്ട് എന്താണ് AP ഈക്വൽ ടു CQ. AP ഈക്വൽ ടു AP ഈക്വൽ ടു CQ. AP ഈക്വൽ ടു CQ ആണെങ്കിൽ AB ഈക്വൽ ടു CD ആയിരിക്കും. കാരണം എന്താ? APയും PBയും ഈക്വൽ ആയി ബൈസെക്ട് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് CQയും QDയും ഈക്വൽ ആണ്. അപ്പൊ ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ APയുടെ ഡബിൾ ആണ്, ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ CQന്റെ ഡബിൾ ആണ്, അല്ലേ? അപ്പോ AP ഈക്വൽ ടു CQ ആയതുകൊണ്ട്, AP ഈക്വൽ ടു CQ ആയതുകൊണ്ട് ഇതിന്റെ ഡബിളും ഈക്വൽ ആണ് എന്നതുകൊണ്ട് AB ഈക്വൽ ടു CD എന്ന് പറഞ്ഞാൽ ആ കോഡിന് രണ്ടിനും ഈക്വൽ ലെങ്ത് ആണ്, തുല്യ ലെങ്ത് ആണ്. എങ്ങനെയുള്ള കോഡാണെന്ന് നോക്കണം. സെന്ററിൽ നിന്ന്, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ദൂരത്തിൽ വരുന്ന രണ്ട് കോഡ് എടുത്താൽ അതിന്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും, രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇത് തിരിച്ചും പറയാം. എന്താണ്? ഈക്വൽ ലെങ്ത് വരുന്ന രണ്ട് കോഡ് സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. നേരെ തിരിച്ചു പറയുന്നത് അത്രേ ഉള്ളൂ. ഇത് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ അപ്പോ അത് പ്രൂവ് ചെയ്യാൻ ഇതുപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾ എടുക്കും. അവിടെ ലെങ്ത് ഈക്വൽ ആയിട്ട് വരുന്നത് ഈ OAയും APയും ആയിരിക്കും. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ട് OPയും OQയും ഈക്വൽ ആണെന്ന് നമുക്ക് പറയും. നേരെ തിരിച്ച് ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. നേരെ ഇത് തിരിച്ചതുപോലെ പറഞ്ഞാൽ മതി. തിരിച്ചു പറയുന്നു പറയുമ്പോൾ അവിടെ ഈ എടുക്കുമ്പോൾ ഇവിടെ ഈക്വൽ ആയിട്ട് നമ്മൾ കിട്ടിയത് OAയും OCയും ഈക്വൽ, OPയും OQയും ഈക്വൽ. അങ്ങനെ എടുത്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് APയും CQയും ഈക്വൽ ആണ്, അതുകൊണ്ട് ABയും CDയും ഈക്വൽ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. തിരിച്ചിനി പറയണമെങ്കിൽ എന്താണ്? തിരിച്ചു പറയണമെങ്കിൽ അപ്പോൾ വരുന്നത് എന്താ? ഈക്വൽ ലെങ്ത് വരുന്ന കോഡാണ്. ഈക്വൽ ലെങ്ത് വരുന്ന കോഡായതുകൊണ്ട് ഇതിന്റെ പകുതി ഇതിനെ ബൈസെക്ട് ചെയ്യുമല്ലോ. അപ്പൊ APയും CQയും ഈക്വൽ ആണ്, OCയും OAയും ഈക്വൽ ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് OP ഈക്വൽ ടു OQ ആണ് എന്ന് പറഞ്ഞിട്ട് അത് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ എന്ന് പറയാം. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡ്സ് ഈക്വൽ ആയിരിക്കും, ലെങ്ത് ഈക്വൽ ആയിരിക്കും. ലെങ്ത് ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് കോഡ്സ് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുമായിരിക്കും. ഇതാണ് നമുക്ക് ഇതിനകത്തിലെ ഈ മൂന്നാമത്തെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്താൽ, രണ്ട് ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്താൽ ആ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിന് സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ബൈസെക്ട് ചെയ്യും, തുല്യ രണ്ട് ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് അടുത്ത റിസൾട്ട്. അപ്പൊ ആ റിസൾട്ടിലേക്ക് നമുക്ക് വരാം. ഒരു സർക്കിൾ, രണ്ട് ഈക്വൽ കോഡ്സ്, ഈക്വൽ കോഡ്സ്. ഈ രണ്ട് ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുക. കോഡ് ആയതുകൊണ്ട് ഒന്നിൽ ഈ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടിരുമ്പോൾ പുറത്തിട്ട് ഇവിടെ ഇന്റർസെക്ട്, സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്താലും അങ്ങനെ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് കോഡ് ഇരിക്കുന്നത്. ഇതിപ്പോ ഇന്റർസെക്ട് ചെയ്യുന്നത് ഇത് ഇച്ചിരി അങ്ങോട്ട് മാറി ആയതുകൊണ്ട് പുറത്ത് ഇന്റർസെക്ട് ചെയ്യുന്നു ചെയ്യും.
ഇവിടെ ഇന്റർസെക്ട് ചെയ്താലും ഇവിടെ പുറത്ത് ഇന്റർസെക്ട് ചെയ്താലും റിസൾട്ട് ഒന്ന് തന്നെയാണ്, പ്രൂവ് ചെയ്യുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജനറൽ ആയിട്ട് പുറത്ത് ഇന്റർസെക്ട് ചെയ്തു ചെയ്യും. സർക്കിളിന്റെ സെന്ററിൽ പോയി നമ്മൾ പെർപെൻഡിക്കുലർ ചെയ്യുന്നത് കോഡ് 1 AB, രണ്ടാമത്തെ കോഡ് CD, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഈ പിയിൽ അത് മീറ്റ് ചെയ്യും. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സെന്ററിൽ നിന്ന് ഈ മീറ്റിംഗ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ, ഈ OP എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതാണ് റിസൾട്ട്. Two chords intersecting, then the line joining the point of intersection and the center of the circle, this line divides the angle between the two chords into two equal parts. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ രണ്ട് റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ കൊടുക്കുക. എന്താണ് ട്രയാങ്കിൾ ഒന്ന് O, ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, OP Q R, OQR, triangle OQR, അല്ല OQP, triangle OQP, then triangle ORP. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിപ്പോകും. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിയേ, ഈ ആംഗിൾ 90 ആണ്. ഇവിടെ ആംഗിൾ OQP എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ORP എന്ന് പറയുന്നതും, ഈ രണ്ട് ആംഗിൾസ് അത് രണ്ടും 90 ആണ്. ഈ ആംഗിൾ 90. ഇനി ഇത് ഈക്വൽ കോഡ് ആയതുകൊണ്ട് OQ എന്ന് പറയുന്നത് OR ഈക്വൽ. OQ is equal to OR. കാരണം ഈക്വൽ കോഡാ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ കോഡ് ഇന്റർസെക്ട് ചെയ്യുന്ന കേസാണ്. അതുകൊണ്ട് ഈ OQ എന്ന് പറയുന്നത് OR എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഈക്വൽ കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ലെങ്ത് ഈക്വൽ. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൽ OP എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പൊ നോക്കി, ഈ രണ്ട് ട്രയാങ്കിള് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് രണ്ടിനും കോമൺ ഈക്വൽ ആണ്. ഈ OQവും ORഉം ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ? ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് എന്താണ്, കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഈ ലെങ്ത് ഈക്വൽ ആയിരിക്കും. QP എന്ന് പറയുന്നതും RP എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണ്ടത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്നാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ ലെങ്തും കൂടെ, ഈ RP എന്ന് പറയുന്നതും QP എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നും കൂടെ ഓർത്തിരിക്കണം. ചിലപ്പോൾ പ്രോബ്ലത്തിനകത്ത് അതുകൂടെ ചോദിക്കാം. അതേപോലെ ഒരു റിസൾട്ട് കൂടെ തന്നെ പറയാം, ഈ BPയും DPയും ഈക്വൽ ആയിരിക്കും. ലെങ്ത് BPയും DPയും ഈക്വൽ ആയിരിക്കും. അതെന്താണ്, ഈ QB എന്ന് പറയുന്നത്, ഈ QPയും RPയും ഈക്വൽ ആണ്. പിന്നെ RDയും QBയും ഈക്വൽ ആണ്. കാരണം ഈ കോഡിന്റെ ലെങ്ത് ഈക്വൽ ആണ്. ഈ പെർപെൻഡിക്കുലേഴ്സ് ബൈസെക്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് ഈ ലെങ്തും കൂടെ ഈക്വൽ ആണ്. അപ്പൊ ഈ ഈക്വൽ ലെങ്തിനോട് കൂടി ഇതുകൂടെ, ഈ ഈക്വൽ ലെങ്ത് കൂടെ കൂട്ടിയാലും കൂട്ടിക്കിട്ടുന്നതും സെയിം ആണ്. അതുകൊണ്ട് ഈ PB എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും ഈക്വല്, PQ എന്ന് പറയുന്നതും PR എന്ന് പറയുന്നതും ഈക്വല്, ഈ ആംഗിൾസ് ഈക്വല് എല്ലാം നമുക്ക് അതിനകത്ത്. ഇതാണ് ഇതിനകത്തിലെ അടുത്ത റിസൾട്ട്. അതായത് ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ആംഗിളിനെ സെന്ററിൽ നിന്ന് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലേക്കുള്ള കോഡ് ബൈസെക്ട് ചെയ്യും. രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ്. കൂട്ടത്തിൽ കിട്ടുന്ന റിസൾട്ടാണ് പിന്നീട് നമ്മൾ പറഞ്ഞ ആ ലെങ്തിന്റെ ഒക്കെ കാര്യം. ഇതാണ് ഇതിൽ നാലാമതായിട്ട് നോക്കുന്നത്. ഇനി അടുത്തെന്താണ്, ലെങ്ത് ഓഫ് ദി കോഡ്. ഇത് വളരെ സിമ്പിളായി, പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. ലെങ്ത് ഓഫ് ദി കോഡ്. ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒരു സർക്കിളിൽ നമുക്കൊരു കോഡ് തരുന്നു, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയുള്ള കോഡാണ്, എങ്ങനെയുള്ള കോഡാണ്, ഏത് സർക്കിളിലെ കോഡാണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്കൊരു
സർക്കിള് വിത്ത് സെന്റർ ഓയിൽ. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് കോഡ്. അത് സെന്ററിൽ നിന്നൊരു എക്സ് ഡിസ്റ്റൻസ് ദൂരത്തിലാണ്. എക്സ് ആണ് ഡിസ്റ്റൻസിലാണ് ഈ കോഡ്. ഈ കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഈ പോയിന്റ് സപ്പോസ് പി എന്നില്ല, എ പി. ഇവിടെ നമുക്ക് ഈ എ പി എന്ന് പറയുമ്പോൾ എ പി സ്ക്വയർ, ഇതൊരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ആണ്. ഒ പി എന്ന് പറയുന്ന ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ആണ്. സർക്കിളിന്റെ റേഡിയസ് ആറും ലെങ്ത് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സും ആണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അനുസരിച്ച് എ പി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതുകൊണ്ട് ഈ എ പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്. എ പിയും പി ബി ഈക്വൽ ആണ്. അപ്പൊ എ പിയുടെ ഡബിൾ ഡിസ്റ്റൻസ് എടുത്താൽ മതി എ ബി കിട്ടും. അപ്പൊ എ ബി എന്ന് പറയുന്നത് 2 times എ പി ആണ്, which is 2 into root of this r squared minus x. 2 into root of r squared minus x squared. ഇതാണ് ഈ പറയുന്ന കോഡിന്റെ ലെങ്ത്. വളരെ സിമ്പിളാണ്, ഓർത്തിരുന്നാണ്. വളരെ സിമ്പിൾ. ഇത് പിന്നെ വേർഡ്സിൽ നമ്മൾ വേറെ രീതി പറയും. അതായത് ഇവിടെ നമുക്ക് കിട്ടിയില്ല എ പി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നമുക്ക് ടെക്സ്റ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ ബോക്സിനകത്തിൽ ഓറഞ്ച് കളറിനകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. എന്താണ്? സ്ക്വയർ ഓഫ് ഹാഫ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ്. എ പി എന്ന് പറയുന്നത് കോഡിന്റെ ഹാഫ് ആണ്. Square of half the distance of the chord is the difference of the square of the radius and the distance of the chord from the center. R squared minus x squared എന്നുള്ളതാണ്. ഇത് വേർഡ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ആ എ പി എന്ന് പറയുന്നത്, ഈ ബേബി എന്ന് പറയുന്ന ലെങ്ത് 2 times എ പി ആണ്, 2 times root of r squared minus x squared ആണ്. ഇതൊക്കെ പ്രോബ്ലത്തിനകത്ത് ചോദിക്കുന്നുള്ളതുകൊണ്ട് ഇതെല്ലാം ഓർത്തിരിക്കണം. ഇതിന്റെ ഡെറിവേഷൻ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും ഓർത്തിരിക്കണം. അതെല്ലാം നമ്മൾ അതിനകത്ത് ഓർത്ത് വയ്ക്കണം. ഇതൊക്കെ ചോദിക്കാം, പ്രോബ്ലത്തിനകത്ത് ചോദിക്കാം. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ഇതെല്ലാം ഓർത്തിരിക്കണം. ഇതാണ് ഇതിനകത്ത് നമ്മൾ 5-ാമത്തെ റിസൾട്ട്. ഇനി ലാസ്റ്റിലെ ഒരു റിസൾട്ടും കൂടി ഉള്ളൂ. ആ റിസൾട്ട് എന്ന് പറയുന്നത് പോയിന്റ്സ് ഓൺ ദി സർക്കിൾ എന്ന് പറയുമ്പോൾ 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിള് നമുക്ക് എങ്ങനെ വരയ്ക്കാം, അതേപോലെ തന്നെ 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ എങ്ങനെ വരയ്ക്കാം, ഇതൊക്കെയാണ് ചെയ്യുന്നത്. 3 പോയിന്റിൽ കൂടെ പോകുന്നത് വരച്ചാൽ മതി സർക്കിൾ, 2ഉം 3ഉം. അപ്പോൾ നമുക്ക് 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ വരുന്നത് ഇതാണ്. 2 പോയിന്റ് ആദ്യം നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെയാണ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇനി ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാമല്ലോ ഇതിൽ കൂടെ പോകുന്ന സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുമല്ലോ അല്ലേ? ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ റേഡിയസ് വരുന്ന ഇത് സെന്ററായി ഇത് റേഡിയസ് വരുന്ന സർക്കിൾ വരച്ചാൽ ആ 2 പോയിന്റിൽ കൂടെ പോകുന്ന ഒരു സർക്കിളായിട്ട് നമുക്ക് ഇത് സെന്ററായിട്ട് വെച്ചാൽ. ഇനി വേറൊരു പോയിന്റ് എടുക്കും. ഈ പോയിന്റ് സെന്ററായിട്ട് ഇത് റേഡിയസ് ആയിട്ട് വരച്ചാൽ അപ്പോ അവിടെയും നമുക്കൊരു സർക്കിൾ കിട്ടും. ഇതിൽ കൂടെ തന്നെ പോകുന്ന വേറൊരു സർക്കിൾ കിട്ടും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഏത് പോയിന്റ് എടുത്തിട്ട് സെന്റർ ആയിട്ട് അതിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുക്കാമെങ്കിൽ അതെല്ലാം സർക്കിൾസ് പാസിംഗ് ത്രൂ ദി 2 പോയിന്റ്സ് ആയിരിക്കും. ഒരു സംശയമില്ല. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ വരയ്ക്കാൻ ആ 2 പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ലൈൻ സെഗ്മെന്റ് ആദ്യം വരയ്ക്കുക. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഏത് പോയിന്റ് വേണേലും സെന്റർ ആക്കി
ആ പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അത് റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ വരച്ചാൽ അങ്ങനെയുള്ള സർക്കിളുകളെല്ലാം സർക്കിൾസ് പാസിംഗ് ത്രൂ ദി 2 പോയിന്റ്സ് ആയിരിക്കും. ഒരു പ്രശ്നമില്ല. ഇത് 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. ഈ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. 1, 2, 3 3 പോയിന്റിൽ കൂടെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഇതുവരെ ഇതൊരു കോഡാക്കിക്കൊണ്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എവിടെയോ ആയിരിക്കുമല്ലോ ഇതിന്റെ സെന്റർ. ഇത് കോഡായിട്ട് വരുന്ന സർക്കിളിന്റെ സെന്റർ. ഒരുപാട് സർക്കിൾ നമുക്ക് അങ്ങനെയുണ്ട്. ഒരുപാട് സർക്കിളുണ്ട്. നമുക്ക് വേണ്ടത് ഈ പോയിന്റിലും കൂടെ പാസ് ചെയ്യുന്ന സർക്കിളാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ട് ഇത് കോഡായിട്ട് വരുന്ന സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ ഇത് കോഡായിട്ട് എടുത്തുകൊണ്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കാണും. അതാണ് എന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിന്റ് സെന്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ അത് ഈ 3 പോയിന്റിൽ കൂടെയും പറഞ്ഞു. ഇത് സെന്റർ ആയിട്ട് വരയ്ക്കണമെന്നില്ല. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ കൂടെ ആ പോയിന്റ് സെന്റർ ആക്കി ഇത് റേഡിയസ് ആക്കിയാൽ മതി. ഈ പോയിന്റിൽ ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതായതുകൊണ്ട് ഇത് സെന്റർ ആക്കി വരച്ചാൽ ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പൊ ഇതും സെയിം എന്ന് പറഞ്ഞാൽ 3ഉം സെയിം ആണെങ്കിൽ ആ 3ഉം സെയിം ആകുമ്പോൾ റേഡിയസ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് ആ 3 പോയിന്റിൽ കൂടെ തുറന്നു നോക്കാനില്ല. അപ്പൊ 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ വേണമെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ? 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിള് ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ഈ 2 പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അതിന്റെ രണ്ടിന്റെയും വരച്ചു ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് സെന്റർ ആക്കി ഈ ഡിസ്റ്റൻസ് ഈ 3 ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഈ 3 പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അത് റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ വരച്ചാൽ ആ 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ. 2 പോയിന്റിൽ കൂടെ വേണമെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ സെന്റർ ആക്കി ഒരു പോയിന്റ് സെന്റർ ആക്കി ഏത് സർക്കിൾ വരച്ചാലും അതെല്ലാം ആ 2 പോയിന്റിൽ കൂടെയും പോകും. അപ്പൊ റേഡിയസ് 10 വരുന്ന ഒരു സർക്കിളാണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് 10 ഡിസ്റ്റൻസ് വരുന്ന ആ പോയിന്റ് കോമ്പസിറ്റ് മാർക്ക് ചെയ്യണം. ഈ പോയിന്റിൽ 10 സെന്റിമീറ്റർ ഈ 2 ലൈൻ സെഗ്മെന്റിൽ 10 ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്തത് ഈ ഡിസ്റ്റൻസ് 10 ആണ്. അപ്പൊ 10 റേഡിയസ് വരുന്ന ഇത് സെന്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ അത് ഈ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആ സർക്കിൾ. ഏതെങ്കിലും ഒരു സർക്കിൾ മതിയെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി സർക്കിൾ വരയ്ക്കും. അത്രയേ ഉള്ളൂ. 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് നമുക്ക് വരയ്ക്കാം. പക്ഷേ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരേ ഒരു സർക്കിളേ ഉണ്ടാവൂ. 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സർക്കിൾസ് നമുക്ക് ഇങ്ങനെ വരും. ഈ പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ സെന്റർ വരുന്ന എല്ലാ സർക്കിൾസും ഈ 2 പോയിന്റിൽ കൂടെ പോകും. അതേസമയം 3 പോയിന്റിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരേ ഒരു സെന്ററേ കിട്ടത്തുള്ളൂ. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് 2 ഇന്റർസെക്ട് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അപ്പൊ ഒരേ ഒരു സെന്ററെ സർക്കിൾ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സെന്റർ വരുന്ന ഒരു സർക്കിൾ. അപ്പോ 3 പോയിന്റിൽ കൂടെ വരുന്ന ഒരേ ഒരു സർക്കിൾ മാത്രം 2 പോയിന്റിൽ കൂടെ വരുന്ന ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് ആർ ദേർ. ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിളും 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത്. ഇത് നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോർക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു പോകാം. ആദ്യം പറഞ്ഞത് സർക്കിളും കോഡും സെന്ററും അതിന്റെ പെർപെൻഡിക്കുലറും എല്ലാം കൂടെ ബന്ധപ്പെട്ട റിലേഷൻ. ആ റിലേഷൻ എന്തായിരുന്നു? ഒരു സർക്കിളിൽ സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന അല്ലെങ്കിൽ ഒരു സെന്ററിൽ നിന്ന് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ആ കോഡിനെ
ബൈസെക്ട് ചെയ്യും. സെന്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. തിരിച്ച് ഒരു കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് സെന്ററിൽ കൂടെ, സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. ഇത് രണ്ടും തിരിച്ചും വരച്ചും പറയും. ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്താണ്, അതേപോലെ രണ്ടാമത്തേതും പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്ത് നോക്കണം, ഒന്ന് എഴുതി നോക്കണം, ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ റിസൾട്ട്. ഈ റിസൾട്ട് എല്ലാം ഓർത്തിരിക്കണം, ഇത് പ്രൂവ് ചെയ്യുന്നത് ഓർത്തിരിക്കണം. റിസൾട്ട് ഓർത്തിരുന്നെങ്കിലേ പ്രോബ്ലത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ചിന്തിച്ച് ആ പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് ഓർത്തിരിക്കണം, അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ റിസൾട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തേത് ഒരു സർക്കിൾ, ഒരു കോഡ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് കോഡിനെ ബൈസെക്ട് ചെയ്യും. തിരിച്ചുള്ള റിസൾട്ട്, കോഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഒരു റിസൾട്ടും അതിന് കോൺവേഴ്സ് ആയിട്ട് തിരിച്ചുള്ള റിസൾട്ട് നമുക്കുണ്ട്. അതാണ് ഇതിനകത്ത്. രണ്ടാമത്തേത്, ഒരു സർക്കിളിൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും? സർക്കിളിൽ വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ദി ട്രയാങ്കിൾ, ഇക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് ഓൺ ദി സർക്കിൾ, അതാണ് എങ്ങനെ നമുക്ക് അത് വരയ്ക്കാൻ നമുക്ക് പറ്റും. ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ, ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? അതിന്റെ സൈഡ്, ഒരു സൈഡ് വേണം, അതിന്റെ ലെങ്ത് വേണം. സർക്കിളിൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മളൊരു സർക്കിൾ എടുത്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ പോയാൽ ഇവിടെ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം, ഇവിടെ ഒരു ലെങ്ത് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം, അങ്ങനെ പല ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിൾസ് അങ്ങനെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേക നീളത്തിലുള്ള സൈഡ് എടുക്കുമ്പോഴാണ് അത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഈ കൃത്യം ലെങ്ത് കിട്ടണം. ആ ഒരു സൈഡിന്റെ കൃത്യം ലെങ്ത്, ആ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ ബാക്കിയുള്ള രണ്ട് സൈഡിന്റെയും. മൂന്ന് സൈഡ് ഈക്വൽ ആണ്, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആ ലെങ്ത് കിട്ടണം. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഇഷ്ടമുള്ള ഒരു റേഡിയസ് ആദ്യം വരും. അതെങ്ങനെയാണ് ആ റേഡിയസ് ആദ്യം കിട്ടുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇഷ്ടമുള്ള ഒരു റേഡിയസ് വരും, ആ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അത് സർക്കിളിനെ രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യുന്നത്, ഒരു സർക്കിൾ, ഇഷ്ടമുള്ള ഒരു സർക്കിള്, അതിന്റെ ഇഷ്ടമുള്ള ഒരു റേഡിയസ്, സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് റേഡിയസ്, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിനെ രണ്ട് പോയിന്റിൽ ഇന്റർവ്യൂ. ഈ ലെങ്ത് ആണ് ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്, ഒരു സൈഡിന്റെ ലെങ്ത്. ഈ ലെങ്ത് എടുത്തുകൊണ്ട് മാർക്ക് ചെയ്താൽ മറ്റേ ഈ പോയിന്റ് കിട്ടും. ഇങ്ങനെ വരച്ചാൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ. വേറൊന്നും ചെയ്യാനില്ല, ഇഷ്ടമുള്ള റേഡിയസ്, എവിടെയെങ്കിലും ഒരു റേഡിയസ്, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഒരു ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വായിക്കാൻ അത് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുന്നത്? ഈ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണമെങ്കിൽ കോമ്പസ് എടുത്ത് ഇതിന്റെ പകുതി ഡിസ്റ്റൻസിൽ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ഒരാൾക്ക് താഴെ വരും, ഇവിടെ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ റേഡിയസിന്റെ വരയ്ക്കുന്നു. അപ്പോ ഇത് മീറ്റ് ചെയ്യുന്ന ഈ ലെങ്ത്, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്. അത് വെച്ചുകൊണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. കോമ്പസ് എടുത്ത് ബാക്കി മറ്റേ സൈഡ് കണ്ട് വരച്ചാൽ. അപ്പൊ അങ്ങനെ നമുക്ക് അത് വരയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ സർക്കിളിനകത്ത് വരയ്ക്കുന്ന മെത്തേഡ്. മൂന്നാമത്തേത് കോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. സെന്ററിൽ നിന്ന് ഒരേ അകലത്തിൽ വരുന്ന കോഡിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അത് തിരിച്ചും പറയാം. കോഡിന്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അത് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് രണ്ട് ട്രയാങ്കിൾസ് അവിടെ ഉണ്ടാക്കി, സെന്ററിൽ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടാക്കി. ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ്, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആ കോഡിന്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അത് തിരിച്ചും പറയാൻ പറ്റും. തിരിച്ചെടുക്കുമ്പോഴും മറിച്ചെടുക്കുമ്പോഴും എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് ഓർത്തിരുന്നോണം. അത് ഓർത്തിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. അപ്പോ അവിടെ നമുക്ക് കിട്ടുന്നത്, സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന കോഡിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. സെന്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോഡിന്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അത് തിരിച്ച് കോൺവേഷൻ പറയാം, ഡയറക്റ്റും കോൺവേഷൻ നമുക്കത് പറയാനായിട്ട് പറ്റും. അതാണ് ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത്. പിന്നെ ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്നത്, രണ്ട് ഈക്വൽ കോഡ്സ് എടുത്തു.
പാരലാണെങ്കിൽ ഇന്റർസെക്ട് ചെയ്തില്ല, പാരൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ ഒന്നുകിൽ അത് സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് ഇന്റർസെക്ട് ചെയ്യും, എവിടെ വേണേലും ആയിക്കോട്ടെ. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ ഇന്റർസെക്ടിങ് പോയിന്റിലേക്കുള്ള ലൈൻ ആ കോഡ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. അത് നമ്മൾ കണ്ടു. അവിടെയും രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയും. ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. നമുക്ക് വേണ്ടതെന്നാണ് നമ്മളത് പറയും. ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയും. കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് രണ്ട് റിസൾട്ട് നമ്മൾ പറഞ്ഞു. അതിന്റെ സൈഡ്സ്, അതുപോലെ തന്നെ ആ കോഡിന്റെ മൊത്തത്തിലുള്ള ലെങ്ത്, ചേർത്തുകൊണ്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം പറഞ്ഞ് നമ്മൾ അഡീഷണൽ റിസൾട്ട്സ് ഒക്കെ കൂടെ ചേർത്തത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ റിസൾട്ട്. പിന്നെ ലെങ്ത് ഓഫ് ദി കോഡ്, സർക്കിളിന്റെ കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ റേഡിയസ് ആറും സെന്ററിൽ നിന്ന് ആ കോഡിന്റെ ഡിസ്റ്റൻസ് എക്സും ആണെങ്കിൽ എന്താണ് ആ കോഡിന്റെ ലെങ്ത് 2 times root of r squared minus x squared. 2 into root of r squared minus x squared. r എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസും എക്സ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് അതിനകത്ത് വരുന്നത്. ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ എങ്ങനെ വരയ്ക്കും, 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ എങ്ങനെ വരയ്ക്കും. രണ്ടിനും ചെയ്തത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ്. ആ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന കോഡിന്റെ. ഇപ്പൊ 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ വേണമെങ്കിൽ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഏത് പോയിന്റും സെന്റർ ആക്കി ആ കോഡിന്റെ എൻഡ് പോയിന്റ്സിലേക്കുള്ള ദൂരം റേഡിയസ് ആക്കി വരച്ചാൽ അങ്ങനെയുള്ള സർക്കിൾസ് എല്ലാം ഈ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് നമുക്ക് വരയ്ക്കാം 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യാം. അതേസമയം 3 പോയിന്റിൽ കൂടെ ആണെങ്കിൽ ഈ 2 പോയിന്റ് എടുത്ത് ലൈൻ സെഗ്മെന്റ് എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കി ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി സർക്കിൾ വരച്ചാൽ മതി. അത് ആ 3 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ ആയിരിക്കും. ഇത് 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾസ്, ഇത് 3 പോയിന്റിൽ കൂടെ പോകുന്ന 3 പോയിന്റ്. ഈ 3 പോയിന്റും ആണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഈ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ അത് ജോയിൻ ചെയ്യുന്ന പോയിന്റിന് ഈ ഡിസ്റ്റൻസ് അത് ഇതിനെല്ലാം സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസും എല്ലാം സെയിം ആയിരിക്കും. അത് റേഡിയസ് ആക്കിക്കൊണ്ട് വരുന്നത്. ഇവിടെയാണെങ്കിൽ 2 പോയിന്റിൽ കൂടെ പോകുന്ന സർക്കിൾ ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും സെന്റർ ആക്കി ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ കിട്ടും. അതാണ് നമുക്ക് അതിനകത്തിൽ കിട്ടുന്ന റിസൾട്ട്. 2 പോയിന്റിൽ കൂടെ പോകുന്ന ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് വരയ്ക്കാം. 3 പോയിന്റിൽ കൂടെ പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിക്കും. ഇതാണ് പറയുന്ന ചാപ്റ്റേഴ്സിലുള്ള നമ്മൾ 6 പാർട്ട്. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കും. നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്നത്. ആ പ്രോബ്ലംസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ചെയ്യും. അപ്പൊ ഇതൊന്ന് ഓർക്കുക തന്നെ. എന്നിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകും. ഓക്കെ.